കേരളത്തിൽ നമ്മൾ ഒരുപാട് ഈ ഫുഡ് ബ്ലോഗേഴ്സ് ഒത്തിരി ആണുങ്ങൾ എന്ന് പറയുന്നൊരു മേഖല കൈകടത്തിയ ഒരു സമയത്ത് ഏറ്റവും ആദ്യം അവരെക്കാളിലൊക്കെ മുന്നേ ഇതിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ വന്ന ഒരാളാണ്. അപ്പോൾ അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരേപോലെ ഈ ഒരു രീതി കൈകാര്യം ചെയ്ത കേരളത്തിലെ ഒരു ഫസ്റ്റായിട്ടുള്ള ഒരു ഗണത്തിൽപ്പെട്ട അഞ്ജന അത് അതിൻ്റെ ഫുഡിൻ്റെ ഒരു ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കാൻ നോക്കുന്നു. അതനുസരിച്ച് തന്നെ ഫുഡിൻ്റെ ഭക്ഷണത്തിൻ്റെ അല്ല എവിടെയൊക്കെ നല്ല ഭക്ഷണം സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ കൂടാണ്ട് അതിൻ്റെ ഒരു ചരിത്രം അതിന് വേണ്ട ബന്ധപ്പെട്ട വഴികളിലൂടെ തേടിക്കൂടി ഒരു റിസർച്ച് ഫെലോഷിപ്പ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ പോയ ഒരാളാണ്. അപ്പം അഞ്ജന അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഈ കോവിഡിൻ്റെ ടൈമിലുള്ള സംഭവങ്ങൾ അല്ലെ സോഷ്യൽ മീഡിയയിൽ സാബു പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയുടെ ഒരു വലിയൊരു മുന്നേറ്റം ഭക്ഷണത്തിലേക്കും അതുപോലെ ആളുകളുടെ ഒരു സ്പെൻഡിങ് പവറിലേക്കും അല്ലെങ്കിൽ കൂടുതൽ യാത്ര ചെയ്യണം അല്ലെങ്കിൽ കൂടുതൽ നല്ല ഭക്ഷണങ്ങളൊക്കെ പോയി കഴിക്കണം എന്നൊരു തോട്ട് പ്രോസസ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ഡാറ്റ ബേസ് ചെയ്ത് നോക്കിയാൽ തന്നെ എത്രയോ റെസ്റ്റോറൻറ്റ്സുകൾ കൂടി അല്ലെങ്കിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോഴിക്കോട് നിന്നും തിരുവനന്തപുരം നിന്നൊക്കെ കൊച്ചിയിൽ 2 ദിവസം ഒരു ഹോളിഡേക്ക് വരുന്ന ഒരു രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിനുമുമ്പ് ഒരിക്കലും ഒരു ലോക്കലായിട്ടുള്ള ഒരാൾ കൊച്ചിയിലോ അല്ലെങ്കിൽ വേറെ ട്രിവാൻഡ്രത്തോ പോയി ഒരു 2-3 ഡേയ്സ് സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അവർ എപ്പോഴെങ്കിലും ഒരു ഹോളിഡേ വേണമെങ്കിൽ ഊട്ടി കൊടൈക്കനാൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ അങ്ങനെയൊക്കെ പോകുന്നിടത്ത് മാറി നമ്മുടെ കേരളം തന്നെ കണ്ട് ആസ്വദിക്കുന്ന രീതിയിലേക്ക് എത്തി. അപ്പോൾ ആഫ്റ്റർ കോവിഡ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ എന്തൊക്കെയാണ് ഒരു ഫുഡ് ബ്ലോഗർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഭക്ഷണത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന ഒരാളെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരുപാട് യാത്ര ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള അഞ്ജനയുടെ വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും പറയും?